കിഫ്ബി എടുക്കുന്ന വായ്പ നിങ്ങളുടെ സംസ്ഥാന വായ്പയുടെ പരിധിയിൽ പെടുത്തും എന്ന് പറഞ്ഞു. പെടുത്തി. അപ്പോ ഒരു മറു ചോദ്യം ചോദിച്ചു. കിഫ്ബിയെ പോലുള്ള സ്ഥാപനമാണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി. അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ കേന്ദ്രത്തിന്. അതൊന്നും എടുക്കുന്ന വായ്പ കേന്ദ്രത്തിന്റെ വായ്പാ പരിധിയിൽ വരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്തിന് മാത്രം ഇത് ബാധകമാവുക? അതിന് പറഞ്ഞ മറുപടി, കിഫ്ബിക്ക് സ്വന്തമായി വരുമാന മാർഗമില്ല, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വരുമാന മാർഗമുണ്ട്. ഏതായാലും അവർ പറഞ്ഞെടുത്ത് ഉറച്ചു നിന്നു, തടയുക. അപ്പോ കിഫ്ബി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? കിഫ്ബിയെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. നാടിന്റെ വികസനമല്ലേ തടയപ്പെടുക. അപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനം തുറന്നു നടത്തുന്നതിന് എന്താവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നത് ആലോചിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. അതാണ് കാര്യം. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ എന്താണ് സൃഷ്ടിച്ചത്? കയ്യിൽ പണമില്ലാതെ വന്നു. അതിൻ്റെ ഭാഗമായി ആ പണം ആവശ്യം പോലെ വിതരണം ചെയ്യാൻ പറ്റാതെ വന്നു. പെൻഷൻ മുടങ്ങിപ്പോയി. ജീവനക്കാരുടെ DA കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഏതായാലും LDF സർക്കാർ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പെൻഷൻ ഇപ്പോൾ മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടിശ്ശിക കൃത്യമായി കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെ DA അത് കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കും കൊടുത്തു തീർക്കാൻ എന്നതും LDF സർക്കാർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതിലൊന്നും പറഞ്ഞ വാക്കിന് LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാറ്റമുണ്ടാകില്ല എന്ന് എല്ലാവർക്കും അനുഭവത്തിൽ ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം, ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ നിയതമായ നിലപാട് എപ്പോഴും സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷം. 10 വർഷം എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചപ്പോൾ 10 വർഷമല്ല 5 വർഷം എന്ന നിലപാട് ഇവിടെ ഗവൺമെൻറ് നേരത്തെ സ്വീകരിച്ചതാണ്. അതാണ് LDFിൻ്റെ കാഴ്ചപ്പാട്. സ്വാഭാവികമായും എപ്പോഴാണോ അതുമായി ബന്ധപ്പെട്ട തീരുമാനം വരേണ്ടത് തീർച്ചയായും ആ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, ഇതൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടുമല്ല. എന്നാലും ഇവരുടെ പടലിക്ക് ചിലതൊക്കെ ചാർത്താൻ പറ്റുമോ? ഇവർ ജീവനക്കാർക്കെതിരാണ്, ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകാത്തവരാണ് എന്നൊക്കെയുള്ളൊരു ചിത്രം അവതരിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനൊന്നും ഇരയാകാത്ത ഒരു കൂട്ടരാണ് നിങ്ങൾ എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് കൂടുതൽ നല്ല നിലയിൽ കാര്യങ്ങൾ ഇനിയും നിർവഹിക്കാൻ കഴിയുമാറാകട്ടെ. അതിന് ഈ ഓഫീസിൻ്റെ സൗകര്യങ്ങൾ നിങ്ങൾ കൂടുതൽ നല്ല നിലക്ക് ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.